നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഓണക്കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓണവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം സന്തോഷം പകരുന്ന അനുഭവങ്ങളും ആചാരങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. വളരെ ദൂരെയുള്ളവരെല്ലാവരും സ്വന്തം വീടുകളിലേക്ക് ഓടിയണയാൻ വെമ്പൽ കൊണ്ട് എത്ര നാളത്തെ പ്ലാനിങ്ങിന് ശേഷം വീട്ടിലെത്തി പ്രിയപ്പെട്ടവരോടൊത്ത് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നതും ഊഞ്ഞാലിലാടുന്നതും പുതുവസ്ത്രങ്ങൾ അണിയുന്നതും ഓണപ്പൂക്കളം ഇടുന്നതും തുടങ്ങി എന്തെല്ലാം സന്തോഷകരമായ അനുഭവങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓണം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഉത്സവമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കർക്കിടകത്തിലെ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾക്കെല്ലാം ശേഷം പൊന്നിൻ ചിങ്ങം വിളവെടുപ്പിൻ്റെ മഹോത്സവം കൂടിയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം കേട്ടിട്ടില്ലേ? എത്ര പാവപ്പെട്ട ആളുകളാണെങ്കിലും ഓണം ആഘോഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും യാതൊരു കുറവും വരുത്താറില്ല. ഇങ്ങനെയെല്ലാം സന്തോഷകരമായി നാം ഓണം ആഘോഷിക്കുമ്പോഴും ഓണം ആഘോഷിക്കാൻ സാധിക്കാത്ത ആളുകളും നമ്മളുടെ ഇടയിലും നമ്മുടെ അടുത്തും ഉണ്ട് എന്നതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൂടെ ഞാനിങ്ങനെ നടന്നുപോയി. ലിഫ്റ്റിൽ നിന്ന് 2 ചേച്ചിമാരുമായിട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചേച്ചിയോട് ചിരിച്ചതിന് ശേഷം സംസാരിച്ചപ്പോൾ ആ ചേച്ചി പറയുകയാണ്, നാടൊക്കെ ഇങ്ങനെ സാരി ഉടുത്ത് നടക്കുന്ന കാണുമ്പോഴാണ് ഓണമാണ് എന്നൊരു തോന്നൽ തന്നെ ഞങ്ങൾക്കുണ്ടാകുന്നത്. 2 മാസത്തോളമായി മാസം തികയാതെ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും ആശുപത്രിയിൽ തന്നെയാണ്. ഏറെ ദുഃഖം തോന്നി. അപ്പോഴാണ് നമ്മൾക്ക് ഇതൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ഒരു ചിന്ത ഉള്ളിലൂടെ കടന്നുപോയത്. മാത്രമല്ല, വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർക്കും സാമ്പത്തികമായി വലിയ നഷ്ടം അനുഭവിക്കുന്നവരും മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരും ഒക്കെ പ്രായമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർ പലരും ഇതേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. എന്ത് ഓണമാണ്, എന്ത് സന്തോഷമാണ് എന്ന് ചോദിക്കുന്നവർക്കിടയിൽ നമുക്ക് അല്പമെങ്കിലും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇത് ആഘോഷിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കാതെ മനോവിഷമത്തിൽ കഴിയുന്നവർക്ക് ഒരു കൈത്താങ്ങായി ശ്രമിക്കാനും കൂടെ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഒരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് നന്ദി.